നിലവിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശശി തരൂരിൻ്റെ ആശയങ്ങൾ ലോകത്തെത്തിക്കാൻ കഴിയുമോ? അതിനുള്ള മെഷീനറി ഇപ്പോഴും സജ്ജമാണോ എന്നൊരു ചോദ്യം. ദാറ്റ്സ് നമ്പർ 1. ഞാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ലെവലാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ആപ്റ്റാവുക ഒരു BJP പ്ലാറ്റ്ഫോമിലല്ലേ? കാരണം BJP ഹിന്ദുമതത്തെ തെറ്റായി ഉപയോഗിക്കുന്നുവെന്ന് പുറത്തു നിന്നുകൊണ്ട് വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാവുക ആ ക്യാമ്പിനുള്ളിൽ നിന്നുകൊണ്ടുള്ളതല്ലേ? ഞാൻ ചോദിക്കുന്ന സ്റ്റേറ്റ് ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരുപക്ഷെ വിദേശകാര്യമന്ത്രിയായി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി ശശി തരൂർ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അതങ്ങ് നിരസിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ എവിടെ നിന്നൊക്കെയാണ് രഹസ്യം കേട്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. അവരും എൻ്റെ ഒപ്പം അവരൊപ്പം സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട ഈ വിഷയം തന്നെയാണ്. അതിൻ്റെ അർത്ഥം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏത് കാലത്താണ്? 2014 സമയത്ത് 2014 അവർ ഇങ്ങനെയൊരു ക്ഷണം ആയിട്ടാണോ വെച്ചത്? അതല്ല ഒരുമിച്ച് സഹകരിക്കാമോ ഈ ഇത്രയും റീഡിംഗ് ഉള്ള? ഞാൻ കൂടുതൽ പറയുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ചില സംസാരങ്ങൾ വാതിലടച്ച് ചെയ്ത കാര്യങ്ങളെ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാടെടുത്തത് അവർക്കും അറിയാം. ഞാൻ നിങ്ങളുടെ വർഗീയത മാത്രം എനിക്ക് മാനേജ് സാധിക്കില്ല. വികസനത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ആര് ഭരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് ആണെങ്കിൽ ശരി, അവിടുത്തെ ഹിന്ദുത്വ പാർട്ടികളായാലും വികസനത്തിന് വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് സഹകരിക്കാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷേ വർഗീയത എനിക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ ഭാരതത്തിൻ്റെ എല്ലാം വെച്ച് വലിയ ദുഃഖമുണ്ടായത് 1947 ഭിന്നമാണ്. ഭിന്നിച്ചു പോയി 2 രാജ്യമായി കഴിഞ്ഞു. അത് നമ്മളുടെ ഭൂമിയിലായിരുന്നു ഒരു ഡിവിഷൻ, ഒരു പാർട്ടിഷൻ. ഇനി അടുത്തത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ഭാരതത്തിൻ്റെ ആത്മാവിൽ ഒരു പാർട്ടിഷനാണ്. അതിന് ഞാൻ നിൽക്കാൻ സാധിക്കില്ല. 2014 എടുത്ത നിലപാടാണ്. അതൊരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗിലായിരുന്നു. അന്ന് BJPയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കൾ. ഞാൻ ഇതൊന്നും പറയുന്നില്ല. 2014 താങ്കളെ സമീപിക്കുമ്പോൾ താങ്കൾ എടുത്ത നിലപാടാണ് 1947 പാർട്ടീഷൻ വഴി ഇന്ത്യക്ക് സംഭവിച്ചത് ആത്മാവിനുള്ള വിഭജനമാക്കി മാറ്റാൻ താങ്കൾ അനുവദിക്കില്ല. അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല BJP ക്യാമ്പ്. അത് മാത്രമല്ല, ഞാൻ ആദ്യം ഐക്യരാജ്യസഭ വിടുമ്പോൾ എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ അടൽ ബിഹാരി വാജ്പേയിൻ്റെ സർക്കാരിന് ഒരു മന്ത്രി വന്നിട്ട് എന്നെ ന്യൂയോർക്കിൽ കണ്ടിട്ട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വരാൻ. ഞാൻ അപ്പോഴും ഇതന്നെ മറുപടി കൊടുത്തത്. അപ്പോൾ എൻ്റെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. വളരെ കൺസിസ്റ്റന്റ് ആണ് കാര്യം. ഇത് 10 വർഷത്തിന് ശേഷം 2024 താങ്കളെ കുറിച്ചും ആദ്യം സ്വീകരണം വന്നത്. അത് കഴിഞ്ഞിട്ട് 2014 അത് കഴിഞ്ഞ് 3 തവണ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ? ആ 3 തവണയും ഇതേപോലെയുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറയില്ല. ഇല്ല. അവർക്ക് മനസ്സിലായി എൻ്റെ നിലപാട് എന്താണെന്ന്. 2006 സമീപിച്ചു, 2014 സമീപിച്ചു അല്ലേ? അപ്പോൾ ഈ 2 ഘട്ടങ്ങളിലും എടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ പറയുന്നത് ഒറ്റൊരു കാര്യമാണ്. നമുക്ക് രാജ്യത്തിനെ ഒന്നാക്കാൻ, രാജ്യത്തിന് ഐക്യത്തിന് വേണ്ടി വരുന്ന ഒരു നിലപാടാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. രാജ്യത്തിന് ഭിന്നിക്കുന്നതല്ല. പക്ഷേ ഒരു ബഹുസ്വരത നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നടക്കില്ല. ഞാൻ എപ്പോഴും BJP സുഹൃത്തുക്കളോട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, നിങ്ങൾ കേരളത്തെ മനസ്സിലാക്കി, ഞങ്ങളുടെ ചരിത്രം മനസ്സിലാക്കി, ഞങ്ങളുടെ ജീവിത രീതികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്കൊരു പക്ഷേ വടക്കൻ ഭാരതത്തിൽ സംഭവിച്ച പോലെ ആയിരിക്കില്ല. ഞങ്ങൾ എല്ലാവരും കാണുന്നത് ഞങ്ങളെപ്പോലെ തന്നെയാണ്. ഞങ്ങൾ മലയാളികളാണ് പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾക്ക് വർഗീയതയും ജാതി വിശ്വാസമൊക്കെ ഒരു കാലത്ത് ഉണ്ടായിട്ടെങ്കിലും കൂടി അതെല്ലാം മാറി. അതൊന്നും ഇപ്പം ഇല്ല. കേരള നവോത്ഥാനം ഒരു 150 വർഷത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ കേരളത്തിൽ നിങ്ങൾ വന്നിട്ട് വർഗീയത സംസാരിക്കുമ്പോൾ ആരാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് കേൾവിക്കാരുണ്ടാവില്ല. ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ സ്ട്രെസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അങ്ങയുടെ മതത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന വീക്ഷണങ്ങൾ. ഗാന്ധി മതം തന്നെയാണ് പറഞ്ഞത്. ഗാന്ധിയെ പഠിപ്പിച്ചതും ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും ഹിന്ദു മതത്തിൻ്റെ ആശയങ്ങളാണ്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളെ രീതിയിലാണ്. അംബേദ്കർ അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് നമുക്കറിയാം. അതാ ഡിബേറ്റ് അവിടെ നടക്കട്ടെ. പക്ഷേ ശശി തരൂരിനെ രാഷ്ട്രീയത്തിൻ്റെ വീക്ഷണങ്ങൾ പഠിപ്പിക്കാൻ ഹിന്ദുമതം സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, വിവേകാനന്ദൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഐ സ്റ്റിൽ റിപ്പീറ്റ് ഇത് കൂടുതൽ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ BJP പ്ലാറ്റ്ഫോമിലെ അവരുടെ ഹാർഡ് ലൈൻ മാറി ഒരു മിത സ്വഭാവത്തിലേക്ക് എത്തിയാൽ ഈസ് ഇറ്റ് എ ബെറ്റർ പ്ലാറ്റ്ഫോം എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, കാരണം അവരകത്ത് ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾ അംഗീകരിക്കേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ അവരകത്ത് ചേരും? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ളത്, എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഭൂരിപക്ഷം മൂല്യങ്ങളും വിശ്വാസങ്ങളും ചരിത്രത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. അത് നെഹ്റുവിൻ്റെ ലെഗസി ആയാൽ ശരി, ഞാൻ 100% എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തതിന് അംഗീകരിച്ച വ്യക്തി. ശശി തരൂർ അങ്ങ് ചരിത്രത്തെ അംഗീകരിക്കുന്നു, നെഹ്റുവിനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ വർത്തമാനത്തെ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ്. ഇല്ല, ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാണുന്നത് ഈ രാജ്യത്തിൽ ആവശ്യമുള്ളത്
ഒരു മനുഷ്യത്വം, ഒരു ഡീസൻസി അതിപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നില്ല. എവിടെ നോക്കിയാലും ഈ ED, CBI, IT-ൻ്റെ ദുരുപയോഗം, ജനാധിപത്യത്തിനെ ബാധിക്കുന്ന ചില തീരുമാനങ്ങൾ, ന്യൂനപക്ഷികളെ ദുഃഖം എത്തിക്കുന്ന ചില പ്രചരണങ്ങൾ മാത്രമല്ല ആക്രമണം കൂടി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, മണിപ്പൂർ 230 പള്ളികളാണ് പൊളിഞ്ഞിരിക്കുന്നത്. ക്രിസ്മസ് സമയത്ത് അച്ഛന്മാരെയും പിന്നെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെയും അടിച്ച് തകർത്ത്, ഇതൊക്കെ മഹാമോശമാണ്. എനിക്ക് ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കാണേണ്ട അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിച്ചിട്ട് കൊല്ലുന്നത്, ജയ ശ്രീരാം പറയുന്നവർ അടിച്ച് കൊല്ലുന്നത്, അത് എൻ്റെ ഹിന്ദുധർമ്മമല്ല. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ എൻ്റെ ഹിന്ദുധർമ്മമല്ല. അതേ പറയും എൻ്റെയുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കണ്ടം ചെയ്തോടെ, എന്തുകൊണ്ട് നിങ്ങൾ വാക്ക് പറഞ്ഞുകൂടാ? അപ്പോൾ അവരുടെ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറയണത്, അയ്യോ ഇത് ഇത്ര വലിയ രാജ്യമാണ്, എല്ലാം നടക്കുന്ന ഓരോരോ അപകടത്തിൽ ഞാൻ കമൻറ്റ് അടിക്കണോ? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചില നേതാക്കൾക്ക് അതൊരു ഉത്തരവാദിത്തമാണ്, കമൻറ്റ് അടിക്കണം, ഇത് ഞങ്ങളുടെ ഹിന്ദുത്വം അല്ല എന്ന് പറയണം. അങ്ങനെയാണ് ആൾക്കാർക്ക് അവർ ബഹുമാനിക്കാൻ സാധിക്കുള്ളൂ.